അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഈ ദുആ ചെയ്യുന്ന സയ്യിദ് അവറുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ ശതാബ്ദി സന്ദേശയാത്രയിൽ വളരെ സന്തോഷത്തോടുകൂടി ചെറുപ്പക്കാരനെ പോലെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ അണിചേർന്ന മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ ബഅലവി അൽ-ലഈൻ എന്നറിയപ്പെടുന്ന ഓരോ പോയിന്റുകളും എത്തുമ്പോൾ സംഘാടകർ അൽ-ലഈൻ തങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്ന ഈ മഹാനായ തങ്ങൾ, മഹാനായ അത്തിപ്പറ്റ മുഹ്യിദ്ദീൻ കുട്ടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ 40 വർഷത്തെ സന്തത സഹചാരിയും അവിടുത്തെ ആമും ഖാസുമായ അമലുകൾ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഏൽപ്പിക്കുകയും അത് മാനർക്ക് കൈമാറുകയുമൊക്കെ ചെയ്യുന്ന സൂഫി വര്യനായ ത്വരീഖത്തിൻ്റെ ഷേഖ് കൂടിയായ ഷാദുലിയയുടെ ഷേഖ് കൂടിയായ സയ്യിദാണ് സയ്യിദ് അൽ-ലഈൻ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ. സമസ്തയുടെ കൂടെ സയ്യിദുൽ ഉലമയുടെ കൂടെ പാറ പോലെ അടിയുറച്ച് നിൽക്കുന്നതിൽ വളരെ സന്തോഷം പ്രവർത്തകർക്ക് നൽകുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഷെയ്ഖുനാ അത്തിപ്പറ്റ മുഹ്യിദ്ദീൻ കുട്ടി ഉസ്താദ് എന്ന് പറയുന്നത് എല്ലാവരെയും ശ്രദ്ധയോടുകൂടി മദീനയെ ഓർമ്മിപ്പിച്ച ഒരു മഹാസൂഫി വര്യനായിരുന്നു. മഹാനവറുകൾ തൻ്റെ അമലുകൾ, തൻ്റെ സ്ഥാപനങ്ങൾ മുഴുവനും വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കപ്പെട്ട മഹാനാണ്. അൽ-ലഈൻ എന്നറിയപ്പെടാൻ തന്നെ കാരണം ഷെയ്ഖുനയുടെ കൂടെ 40 വർഷം അൽ-ലഈനിൽ ഒരു കൂട്ടുകാരനായി കൂടെ കൂടിയവരാണ്. ഒരു ഖാദിമി എന്ന് പറയുന്നത് അത്തിപ്പറ്റ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമില്ലാത്ത വാക്കാണ്. അതുകൊണ്ട് കൂട്ടുകാരൻ എന്നാണ് അവിടെ യോജിച്ച് പറയാൻ പറ്റുന്നത്. ഷെയ്ഖുനയുടെ കൂടെ ഒരു കൂട്ടുകാരനായി 40 വർഷം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 2000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം അൽ-ലഈനിൽ പടുത്തുയർത്താൻ ഇവർക്ക് സാധ്യമായി എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന 2000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം. അവിടെ മറ്റു സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത വിഭാഗങ്ങളുടെ മദ്രസ വന്നപ്പോൾ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ആ ആദർശബോധം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ എല്ലാമായി ഇന്ന് നോക്കി നടക്കുന്നത് മഹാനായ അൽ-ലഈൻ തങ്ങളാണ്. മാത്രമല്ല, സമസ്തയുടെ കൂടെ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. വഫിയ സംവിധാനങ്ങളോട് തിരുത്താൻ ആവശ്യപ്പെട്ട സന്ദർഭം സമസ്തയുടെ മുഷാവറ, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ സമസ്തയുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപനം നടത്തിയ വേളയിൽ തൻ്റെ അധികാരത്തിൽപ്പെട്ട, തൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഷെയ്ഖുനയുടെ സ്ഥാപനമായ ഗ്രേസ് വാലിയിൽ നടന്നിരുന്ന വഫിയ സംവിധാനങ്ങളെ അവിടെ നിന്ന് തുടച്ചു നീക്കി SNEC എന്ന മഹത്തായ സമസ്തയുടെ സിലബസ് അവിടെ കൊണ്ടുവരികാൻ ഒരു മടിയും കാണിക്കാതെ, ഒന്നും ആലോചിക്കാതെ നേതൃത്വം നൽകിയ സയ്യിദ് കൂടിയാണ് സയ്യിദ് പൂക്കോയ തങ്ങൾ ബഅലവി അൽ-ലഈൻ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സമസ്തയുടെ കൂടെ സയ്യിദുൽ ഉലമയുടെ കൂടെ ഈ ശതാബ്ദി സന്ദേശയാത്രയിൽ വെക്കുന്ന ഓരോ ചുവട്ടടിയും ഓരോ സമയങ്ങളും അല്ലാഹു വളരെ ഫലപ്രദമാക്കി കൊടുക്കട്ടെ. മഹാനവറുകളുമായി സമീപിച്ച് സത്യസരണിയായ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ആ ഷാദുലിയ സരണിയിൽ നമുക്ക് ചേരാനുള്ള ഒരു മുത്തുമണിയായിട്ട് ഷെയ്ഖുനെ ഏൽപ്പിച്ചത് കൂടിയാണ് മഹാനായ പൂക്കോയ തങ്ങൾ. അല്ലാഹുവേ, മഹാന്മാരുടെ ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ സാദാത്യങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.